ഫാമിലി. അപ്പോൾ നമ്മളുടെ +1 ഫിസിക്സിലെ ന്യൂമറിക്കൽസിൻ്റെ പാർട്ട് 1 വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് മിസ് വിചാരിക്കുന്നു. സോ ഈ ഒരു വീഡിയോയിൽ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ ന്യൂമറിക്കൽസും ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം എൻ്റെ കുട്ടികൾ എന്തായാലും ഉറപ്പാക്കണം. ആൻഡ് ഓൾസോ മക്കളെ, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോസ് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് വീഡിയോ വേണം അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. അതിനനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു +1 ഫിസിക്സ് എക്സാം നമ്മൾ തകർത്ത് വാരി അടങ്ങുള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ സമയം കളയാതെ നമ്മളുടെ ചോദ്യങ്ങളിലേക്ക് പോവാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 98 ഡിഗ്രി ഫാരൻ എന്ന് പറയുന്നത് എത്ര കെൽവിൻ ആണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഫാരൻ ഹീറ്റിനെ കെൽവിനിലേക്ക് നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ നമുക്കറിയാം ഫാരൻ ഹീറ്റിനെ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കറിയാം അല്ലേ, അതിനെ പിന്നീട് കെൽവിനിലേക്ക് മാറ്റുന്ന കാര്യം നമുക്കറിയുന്നതാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ആദ്യം ഫാരൻ ഹീറ്റിനെ നമ്മൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റാൻ എന്താണ് ഇക്വേഷൻ? C/5 is equal to F minus 32/9 ആണ്. സോ C is equal to അല്ലേ, അപ്പോൾ C/5 is equal to F എന്ന് പറയുമ്പോൾ ഇവിടെ 98 minus 32/9 എന്ന് വരും. അപ്പോൾ C is equal to 66/9 into 5 എന്നാണ് വരിക അല്ലേ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 36.66 എന്നാണ് വരിക. ഞാൻ അതിന് 36.7 എന്ന് എടുത്തു. ഇനി നമുക്കറിയാം കെൽവിൻ സ്കെയിലിലേക്ക് മാറ്റാൻ സെൽഷ്യസ് സ്കെയിലിനെ 273 വെച്ച് ആഡ് ചെയ്താൽ മതി. അതായത് 36.7 പ്ലസ് 273 ചെയ്യാം. അപ്പോൾ നമുക്ക് 309.7 കെൽവിൻ എന്ന് കിട്ടും. സോ 309.7 കെൽവിൻ ആണ് നമ്മളുടെ ആൻസർ ആയിട്ട് വരിക കേട്ടോ. അടുത്ത ചോദ്യം നോക്കൂ. അറ്റ് വാട്ട് ടെമ്പറേച്ചർ സെൽഷ്യസ് ആൻഡ് ഫാരൻഹീറ്റ് തെർമോമീറ്റേഴ്സ് ഹാവ് സെയിം ന്യൂമറിക്കൽ വാല്യൂ എന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഡിഗ്രി സെൽഷ്യസിലും അതേപോലെ തന്നെ ഫാരൻഹീറ്റിലും സെയിം വാല്യൂ എപ്പോഴാണ് വരിക എന്നാണ് ചോദ്യം. അപ്പോൾ സപ്പോസ് C ഈസ് ഈക്വൽ ടു F ആവണം. അതിന് ഞാൻ എക്സ് എന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ നമുക്കറിയാം C/5 ഈസ് ഈക്വൽ ടു F മൈനസ് 32/9 ആണ് അല്ലേ. അപ്പോൾ C എന്ന് പറയുമ്പോൾ ഇവിടെ എത്രയാണ്, ഞാൻ എക്സ് എന്ന് എടുക്കുകയാണ്. സോ X/5 ഈസ് ഈക്വൽ ടു X മൈനസ് 32/9. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് 9x ഈസ് ഈക്വൽ ടു 5x മൈനസ് ഈ 5 ഇൻറ്റു 32 മൈനസ് 160 എന്ന് വരും. അപ്പോൾ ഈ 5xനെ ഞാൻ ഇങ്ങോട്ട് എടുക്കുമ്പോൾ 9x മൈനസ് 5x ഇസ് ഈക്വൽ ടു മൈനസ് 160. അതായത് 4x ഇസ് ഈക്വൽ ടു മൈനസ് 160, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 160/4 അഥവാ മൈനസ് 40 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പോൾ മൈനസ് 40 ഡിഗ്രി സെൽഷ്യസ് അഥവാ മൈനസ് 40 ഡിഗ്രി ഫാരൻ ഹീറ്റിലാണ് രണ്ടിൻ്റെ വാല്യൂസും അല്ലേ, ഡിഗ്രി സെൽഷ്യസിൻ്റെയും ഫാരൻ ഹീറ്റിൻ്റെ വാല്യൂസും സെയിം ആയിട്ട് വരുന്നതെന്ന് ആലോചിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മളുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് അല്ല. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിക്വയർഡ് ടു കൺവേർട്ട് 10 കിലോഗ്രാം ഓഫ് വാട്ടർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് ടു സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അതായത് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഒരു 10 കിലോഗ്രാം വെള്ളമുണ്ട്. അതിനെ 100 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 10 കിലോഗ്രാം സ്റ്റീമാക്കി മാറ്റാൻ എത്ര ഹീറ്റ് ആവശ്യമാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അവിടെ യൂസ് ചെയ്യുക ലാറ്റൻ ഹീറ്റ് ആണ് അല്ലേ. അപ്പോൾ ലാറ്റൻ ഹീറ്റ് എല്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ, അവിടുത്തെ ഹീറ്റ് ഡിവൈഡഡ് ബൈ മാസ് ആണ്. നമുക്കിവിടെ ഹീറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ലാറ്റൻ ഹീറ്റ് ഇൻറ്റു മാസ് ആണ് ഇവിടെ ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ലാറ്റൻ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്. എത്ര? 22.6 ഇൻറ്റു 10⁵5 എന്ന് തന്നിട്ടുണ്ട്. ഇനി എത്ര കിലോഗ്രാമിൻ്റെ ചോദിച്ചിട്ടുള്ളത്? 10 കിലോഗ്രാം ആണ്. സോ 10 എന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 22.6 ഇൻറ്റു 10�6 ജൂൾസ് എന്നാണ് ആൻസർ വരിക കേട്ടോ. അപ്പോൾ 22.6 ഇൻറ്റു 10�6 ജൂൾസ് ആണ് ആൻസർ. അടുത്ത നോക്കുക. സീത പ്രിപ്പയർഡ് എ ടീ ഫോർ ഹർ ബ്രദർ. ആഫ്റ്റർ പ്രിപ്പയറിംഗ് ടീ ദ ടെമ്പറേച്ചർ ഓഫ് ദ ടീ വാസ് 80 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പോൾ 80 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ടീ പ്രിപ്പയർ ചെയ്തപ്പോൾ എന്തുണ്ടായിരുന്നത്, ടീക്ക് ഉണ്ടായിരുന്നത്. ഇനി 5 മിനിറ്റിന് ശേഷം അല്ലേ, ഒരു 5 മിനിറ്റ്സിന് ശേഷം അത് 50 ഡിഗ്രി ആയിട്ട് കുറഞ്ഞു അല്ലേ. സ്വാഭാവികമായിട്ടും കൂളാവുമല്ലോ, 50 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് കുറഞ്ഞു. ഇനി സറൗണ്ടിങ് ടെമ്പറേച്ചർ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. സറൗണ്ടിങ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 20 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ ടൈം ഇറ്റ് ടേക്സ് ടു കൂൾ ഫ്രം 60 to 30 എന്നാണ് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ 60 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് കുറയാൻ എത്ര ടൈമാണ് എടുക്കുക എന്നാണ് ചോദ്യം.
അല്ലേ? അപ്പോൾ നമ്മളിവിടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്താണ് മക്കളെ നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗിൻ്റെ ഇക്വേഷൻ? ദാറ്റ് ഈസ് dt ഡിവൈഡഡ് ബൈ അല്ലേ dt ഡിവൈഡഡ് ബൈ dt ഈസ് ഈക്വൽ ടു K ഇൻറ്റു ബോഡി ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ്. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ഡാറ്റ എടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ ഇവിടെ ഡി ടി എന്ന് പറഞ്ഞാൽ എത്ര ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്? 80-ൽ നിന്ന് 50-ലേക്ക് എത്ര ചേഞ്ചാണ്? 30 ഡിഗ്രി സെൽഷ്യസ് ആണ് ചേഞ്ച് ഉണ്ടായത്. എത്ര സമയം കൊണ്ടായി? ഈ ഡി ടി എന്ന് പറഞ്ഞാൽ സമയമാണ് അല്ലേ? 5 മിനിറ്റാണ്. ഞാൻ അതിനെ സെക്കൻഡ്സിലേക്ക് മാറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ സെക്കൻഡ്സിലേക്ക് മാറ്റി നിങ്ങൾക്ക് ചെയ്യാം, സെക്കൻഡ്സിലേക്ക് മാറ്റാനും ചെയ്യാം. സെക്കൻഡ്സിലേക്ക് മാറ്റി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെക്കൻഡ്സിൽ ഉത്തരം കിട്ടും. ഇനി അല്ല മിനിറ്റിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് മിനിറ്റിൽ ഉത്തരം കിട്ടും കേട്ടോ. അപ്പോൾ കെ നമുക്കറിയില്ല. ബോഡി ടെമ്പറേച്ചർ നമ്മൾ ഇതിൻ്റെ ആവറേജ് ആണ് എടുക്കേണ്ടത്. കാരണം ഇതിൻ്റെ ബോഡി ടെമ്പറേച്ചർ 80-ൽ നിന്ന് 50-ലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ആവറേജ് എടുക്കണം. എങ്ങനെ ആവറേജ് എടുക്കുക? രണ്ടും കൂടെ കൂട്ടുക. 80 + 50/2. അപ്പോൾ 130/2 ദാറ്റ് ഈസ് 65 എന്ന് വരും. അപ്പോൾ 65 മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ ഇവിടെ 20 ആണ് അല്ലേ? അപ്പോൾ 30/6 എന്ന് പറയുമ്പോൾ 6 അല്ലേ? 30/5 6 ആണ്. അപ്പോൾ K × 45 അല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് K ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 6/45 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ Kൻ്റെ വാല്യൂ അവിടെ നിന്ന് കിട്ടി. ഇനി രണ്ടാമത്തെ കേസ് നമ്മൾ എടുക്കുകയാണ്. രണ്ടാമത്തെ കേസാണ് നമ്മളുടെ എന്ത് 60 30-ലേക്ക് ആവാൻ വേണ്ടിയിട്ടുള്ളത്. ഇതേപോലെ ഈ ഇക്വേഷനിലേക്ക് തന്നെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ചേഞ്ച് എത്രയാണ്? 30 ആണ് വ്യത്യാസം വരുന്നത്. ടൈം നമുക്ക് അറിയില്ല അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു K നമുക്ക് കിട്ടി 6/45 ആണ്. സറൗണ്ട് അല്ലേ? ഇനി എന്താ? ബോഡി ടെമ്പറേച്ചർ മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചർ ആണ്. ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കണം. 60 + 30/2 90/2 അല്ലേ? 45 എന്ന് വരും. മൈനസ് സറൗണ്ടിങ് ടെമ്പറേച്ചറിൽ വ്യത്യാസമില്ല, 20 തന്നെയാണ്. അപ്പോൾ 30/T ഈസ് ഈക്വൽ ടു 6/45 × 25 എന്ന് വന്നു. കട്ട് ചെയ്തേ. 25 5 പ്രാവശ്യം പോയി. 5-ലാണ് ഞാൻ വെട്ടുന്നത്. ഇവിടെ ആകുമ്പോൾ 9 5 ആണ് 45. അപ്പോൾ എന്ത് കിട്ടി? 30/T ഈസ് ഈക്വൽ ടു 6 5 30/9 എന്ന് വന്നു. കട്ട് ചെയ്തു അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് 1/T ഈസ് ഈക്വൽ ടു 1/9. തലതിരിച്ചിട്ടാൽ T ഈസ് ഈക്വൽ ടു 9 എന്ന് വരും അല്ലേ? അപ്പം 9 ഇവിടെ മിനിറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ 9 മിനിറ്റാണ് എന്തെടുക്കുക? 60 ഡിഗ്രിയിൽ നിന്ന് 30 ഡിഗ്രിയിലേക്ക് ആവാൻ അവിടെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 30 ആണ് കേട്ടോ. 9 മിനിറ്റ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. വളരെ സിമ്പിളാണ്. ഇതിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇതിന് മുമ്പുള്ള വർഷത്തിൽ മോഡൽ എക്സാമിനൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് നിന്നുള്ള പ്രോബ്ലം ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പഠിച്ച് വെക്കുക. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. ദ റെയിൽവേ ലൈൻസ് ആർ ലെയ്ഡ് വിത്ത് ദ ഗ്യാപ്പ് ടു അലോ എക്സ്പാൻഷൻ അല്ലേ? നമുക്കറിയാം റെയിൽവേ ഗ്യാപ്പുകളുടെ ഇടയിൽ നമ്മൾ എന്തിടുന്നുണ്ട് അല്ലേ? റെയിൽവേ ലൈൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇടയിൽ കൊണ്ടുപോയിട്ട് ഗ്യാപ്പ് ഇടാറുണ്ട് അല്ലേ? അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോക്കുക, ഇവിടെ ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. ഇഫ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സ്റ്റീൽ റെയിൽ 60 മീറ്റർ ലോങ് ഈസ് 6.63 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇവിടെ ഒരു റെയിൽവേ ലൈൻ ഉണ്ട്. ഓക്കെ, റെയിൽവേ ലൈൻ ഉണ്ട്. ഈ റെയിൽവേ ലൈനിലെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ അല്ലേ? ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞത്? 66 മീറ്റർ ആണ്. ഇനി ഇവരുടെ ഇടയിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് അല്ലേ? ഡെൽറ്റ അല്ലേ? ഗ്യാപ്പ് എന്ന് പറയുന്നത് 3.63 ആണ് 10 ഡിഗ്രി സെൽഷ്യസിൽ. ഇനി ഏതോ ഒരു ടെമ്പറേച്ചറിൽ എത്തുമ്പോൾ ഇത് എന്ത് ചെയ്യാണ്? ഇവർ തമ്മിൽ ടച്ച് ആവുന്നുണ്ട്. അതായത് ഇതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുന്നത് ലെങ്ത് എന്ന് പറയുന്നത് 3.63 സെൻറ്റിമീറ്റർ ആവണം. അതല്ലേ അതിൻ്റെ അർത്ഥം? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് 3.63 ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് ഇല്ലാതാവണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും? 3.63 സെൻറ്റിമീറ്ററോളം എന്ത് ചെയ്തിട്ടുണ്ടാവും? എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് ലീനിയർ എക്സ്പാൻഷൻ അവിടെ തന്നിട്ടുണ്ട്. എത്ര ടെമ്പറേച്ചർ ആവുമ്പോഴാണ് അത് എന്ത് ചെയ്യുക? ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ലെങ്ത്ത് 66 മീറ്റർ ആണ്. അപ്പോൾ എത്ര ചേഞ്ച് ഉണ്ടാവണം? ഈ ഗ്യാപ്പ് 3.63 ആണെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് ഈ 3.63 സെൻറ്റിമീറ്റർ ആവണ്ടേ അല്ലേ? ഇനി ആൽഫ തന്നിട്ടുണ്ട്. എത്രയാ? 11 × 10⁻⁻6 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഡെൽറ്റ ടി കണ്ടുപിടിക്കാം. ഇനീഷ്യലായിട്ടുള്ള ടെമ്പറേച്ചർ 10 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം അല്ലേ? ഡെൽറ്റ എൽ ഈസ് ഈക്വൽ ടു എൽ ആൽഫ ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഡെൽറ്റ ടി ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ എൽ ആൽഫ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഡെൽറ്റ എൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? 3.63 × 10⁻². ലെങ്ത് എത്രയാ? 66 ആണ്. ആൽഫ എന്ന് പറയുമ്പോൾ 11 × 10⁻6. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? 11 × 10⁻³ ചെയ്യുമ്പോൾ 50 എന്നാണ് കിട്ടുക കേട്ടോ. 50. അപ്പോൾ ഡെൽറ്റ ടി എന്ന് വെച്ചാൽ T2 - T1 ആണ് 50.
ദാറ്റ് ഈസ് T2 മൈനസ് 10. T1 എന്ന് വെച്ചാൽ 10 ആണ്, 50. അപ്പോൾ T2 എന്ന് പറയുമ്പോൾ എത്രയാ? 50 + 10, അതായത് 60 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴാണ് ആ ഗ്യാപ്പ് ഫില്ലാവുന്നത്. ഓക്കെ, 60 ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും മക്കളെ? ആ ഗ്യാപ്പ് ഫില്ലാവും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, സെറ്റാണല്ലോ. അടുത്ത ചോദ്യം നോക്കാം. എന്താ ചോദ്യം? എ wave is traveling along a string described by y of xt is equal to 0.05 sin 80x minus 3t in which the numerical constants are in SI unit ആണ്. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആംപ്ലിറ്റ്യൂഡ് എത്രയാ? 0.005 അല്ലെ? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് 0.005. ഇനിയോ വേവ് ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വേവ് ലെങ്ത് എന്ന് വെച്ചാൽ ലാംഡയാണ്. അപ്പോൾ ലാംഡ ഈസ് ഈക്വൽ ടു 2π/k എന്ന് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ k എന്ന് പറഞ്ഞാൽ ഇവിടെ 80 ആണ് അല്ലേ? അതായത് എക്സിൻ്റെ അടുത്ത് kx എന്നല്ലേ എക്സിൻ്റെ അടുത്തുള്ളതാണ്. അപ്പോൾ 2π/80 അഥവാ π/40 എന്ന് പറയാം. ഇനി അടുത്തത് പീരിയഡ്, ടൈം പീരിയഡും ഫ്രീക്വൻസിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ω/2π ആണ്. ഒമേഗ ഇവിടെ എത്രയാണ്? ടീൻ്റെ അടുത്ത് കിടക്കുന്നത് അല്ലേ? 3 ആണ്. അപ്പോൾ 3/2π എന്ന് ചെയ്തു. ഇത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിക്കാം കേട്ടോ. 3/2π ഹെഡ്സ് ആണ്. ഇനി ടൈം പീരിയഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫ്രീക്വൻസിൻ്റെ റെസിപ്രോക്കലാണ്. അപ്പോൾ 1/3/2π എന്ന് വരും, അതായത് 2π/3 സെക്കൻഡ്സ് എന്ന് വന്നു അല്ലേ? ഇനി ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ ആണ് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത്. നോക്കിക്കേ, ഇവിടെ എക്സ് ഡയറക്ഷൻ ആണ് നമുക്ക് മനസ്സിലായി. ഒരാൾ നെഗറ്റീവ് ഒരാൾ പോസിറ്റീവ് ആണ് അല്ലേ? ഒരാൾ നെഗറ്റീവ് ഒരാൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണ് അല്ലേ? പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ ആണെന്ന് പറയാം. ഇനി ഇനീഷ്യൽ ഫേസ് എന്താ? ഇനീഷ്യൽ ഫേസ് എന്ന് വെച്ചാൽ നമുക്ക് 5 ആണ്. അപ്പോൾ ഇവിടെ 5ൻ്റെ സ്ഥാനത്ത് ആരെങ്കിലും ഉണ്ടോ? kx - ωt + 5 എന്ന് പറയാനില്ല. അപ്പോൾ ഇവിടെ ഇനീഷ്യൽ ഫേസ് 0 ഡിഗ്രി ആണ്. ഇനി വെലോസിറ്റി ആണ് അടുത്തത് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്കറിയാം വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ω/k ആണ്. ഇവിടെ ഒമേഗ എന്ന് പറയുന്നത് 3 ആണ് ആൻഡ് k എന്ന് പറയുന്നത് 80 ആണ്. സോ 3/80 m/s എന്നാണ് ആൻസർ വരിക. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, മനസ്സിലാക്കുക കേട്ടോ. അടുത്ത നോക്കൂ. എ വയർ ഓഫ് 0.72 മീറ്റർ ലോങ് ഹാസ് എ മാസ് ഓഫ് 5 × 10⁻³ കിലോഗ്രാം. ഇഫ് ദ വയർ ഈസ് അണ്ടർ എ ടെൻഷൻ ഓഫ് 60 Newton, വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ട്രാൻസ്വേഴ്സ് വേവ് എന്നാണ് ചോദിച്ചത്. അതായത് ഇവിടെ വെലോസിറ്റി ഓഫ് ദ വേവ് ഇൻ സ്ട്രിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ വെലോസിറ്റി ഓഫ് വേവ് ഇൻ സ്ട്രിങ്ങിൻ്റെ ഇക്വേഷൻ? ദാറ്റ് ഈസ് T/μ. മ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ മാസ് ഡെൻസിറ്റി ആണ്, m/l ആണ്. അപ്പോൾ ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ T ഡിവൈഡഡ് ബൈ m/l എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് വെലോസിറ്റിക്ക് √TL/m എന്ന് കിട്ടും. ഇനി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് നോക്കൂ അല്ലേ? അതിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 0.72 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. മാസ് എത്രയാണ് തന്നിട്ടുള്ളത്? 5 × 10⁻³ കിലോഗ്രാം എന്നാണ് തന്നിട്ടുള്ളത്. ആൻഡ് നമ്മുടെ ടെൻഷൻ എന്ന് പറയുന്നത് 60 ന്യൂട്ടൺ എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു √T എന്ന് പറയുമ്പോൾ 60 ഇൻറ്റു ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാ? 0.72 എന്ന് വരും. ഡിവൈഡഡ് ബൈ മാസ് എന്ന് പറയുമ്പോൾ 5 × 10⁻³ എന്നാണ് വരിക കേട്ടോ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് എത്രയാണെന്നറിയോ? ഏകദേശം 92.9, അതായത് ഒരു 93, അപ്രോക്സിമേറ്റ്ലി ഒരു 93 m/s എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ ആണോ? ഡയറക്റ്റ് ചോദ്യമാണ്, എക്സാമിന് മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം നോക്കുക. എ ഹോസ്പിറ്റൽ യൂസസ് ആൻ അൾട്രാസോണിക് സ്കാനർ ടു ലൊക്കേറ്റ് ട്യൂമർ ടിഷ്യൂസ്. ഇനി നോക്കുക, what is the wavelength of the sound in the tissue if in which the speed of the sound is 1.7 km/s ആണ് and operating frequency തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, വെലോസിറ്റി കണ്ടിട്ടുണ്ട്. ആകെ കണ്ടുപിടിക്കേണ്ടത് എന്താ? ലാംഡ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നുമെങ്കിലും വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് മക്കളെ? നമുക്കറിയാം ഇവിടെ നമുക്ക് വെലോസിറ്റി തന്നു 1.7 കിലോ എന്ന് വെച്ചാൽ 10⁻³ m/s. ഫ്രീക്വൻസി തന്നു 4.2 മെഗാ ഹെഡ്സ് ആണ്. മെഗാ എന്ന് വെച്ചാൽ 10⁻6 ആണ് ഹെഡ്സ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ലാംഡ. അപ്പോൾ ലാംഡ കണ്ടുപിടിക്കാൻ v/ν ചെയ്താൽ പോരെ, കാരണം v = ന്യൂ ലാംഡ ആണല്ലോ. അപ്പോൾ v എന്ന് പറഞ്ഞാൽ 1.7 × 10⁻³ ആണ്, ഡിവൈഡഡ് ബൈ 4.2 × 10⁻6 എന്ന് ചെയ്തു. ഇതിൻ്റെ ഉത്തരം കിട്ടുന്നത് എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 4 × 10⁻⁻4 എന്നാണ് കിട്ടുന്നത് കേട്ടോ, m/s. ഓക്കെ, വേണമെങ്കിൽ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം.
1.7 divided by 4.2 into 10 raised to minus 3. യെസ് 4 into 10 raised to minus 4 തന്നെയാണ് വരുന്നത് കേട്ടോ, കറക്റ്റ് ആണ്. ഇനി നോക്കാം, ഫോർ എ മെറ്റൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി 7.5 into 10 raised to 10 ആണ്. ആൻഡ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 2.7 into 10 raised to 3 ആണ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. അപ്പം നമുക്കറിയാം മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി വെച്ചിട്ട് വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റൂട്ട് ഓഫ് എന്താ, y/ρ അല്ലേ, ദാറ്റ് ഈസ് റൂട്ട് ഓഫ്, ഇവിടെ y എന്ന് പറയുമ്പോൾ 7.5 into 10 raised to 10 ആണ്, ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 2.7 into 10 raised to 3. ഇത്രേ ചെയ്യാനുള്ളൂ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 5270.46 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് കിട്ടുക കേട്ടോ. സിമ്പിൾ ചോദ്യം. അടുത്ത നോക്കുക, എസ്റ്റിമേറ്റ് സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ എയർ അറ്റ് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ദ മാസ് ഓഫ് 1 mole ഓഫ് എയർ ഈസ് 29 into 10 raised to -3 കിലോഗ്രാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആലോചിച്ച് നോക്കുക, ഇവിടെ നമ്മളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ദ സൗണ്ട് ആണ് കണ്ടുപിടിക്കാനുള്ളത്. ആൻഡ് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലാണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രഷർ എന്ന് പറഞ്ഞാൽ 1 atm ആണ് അല്ലേ. 1 atm എന്ന് വെച്ചാൽ 1.01 into 10 raised to 5 ആണ്. ഇനി നമുക്കറിയാം നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ, റൂട്ട് ഓഫ് ഗാമ p/ρ എന്നാണ് അല്ലേ, ഗാമ p/ρ ആണ്. ഇനി എയറിൻ്റെ ഗാമ എന്ന് പറയുന്നത് മനസ്സിലാക്കുക 1.4 ആണ് കേട്ടോ. അത് നിങ്ങളുടെ എക്സാമിൽ തന്നിട്ടുണ്ടാവും. ഗാമ തരും, ഡോണ്ട് വറി, ഓക്കെ. അപ്പോൾ ഗാമ തരും. ഇനി മോണോ അറ്റോമിക് ആണ്, ഡയറ്റോമിക് ആണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി കൈനറ്റിക് തിയറിയിൽ പഠിക്കുന്നതുകൊണ്ട് തരില്ല. പക്ഷേ എയറൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് തരും കേട്ടോ. 1.4 ആണ്. ഇനി നമുക്ക് വേണ്ടത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മുടെ ഇക്വേഷൻ എന്താ, മാസ് ബൈ വോളിയം ആണ് അല്ലേ. ഇവിടെ മാസ് തന്നിട്ടുണ്ട് 29 into 10 raised to -3 ആണ്. ഇനി വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് വോളിയം. സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 22.4 ആണ്. 22.4 ലിറ്റർ അല്ലേ. അപ്പോൾ 22.4 ലിറ്റർ എന്ന് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്നറിയോ, നമുക്ക് അവിടെ ഒരു ഉത്തരം കിട്ടി. ഇനി അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ റൂട്ട് ഓഫ് ഗാമ എന്ന് പറയുന്നത് 1.4 ആണ്. ആൻഡ് പി എന്ന് പറയുന്നത് 1.01 into 10 raised to 5 ആണ്. ഇനി ഇവിടെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് നോക്കാം. ഇനി ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 raised to -3 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാൻ മറക്കരുത്. ലിറ്ററിനെ നമുക്ക് മീറ്റർ ക്യൂബിലേക്ക് മാറ്റണമല്ലോ, കാരണം വോളിയത്തിൻ്റെ 29 ഡിവൈഡഡ് ബൈ 22.4 1.29 ആണ് കേട്ടോ വരിക. ആ 1.29 ആണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഞാൻ വെറും 22.4 മാത്രം ഇടാതിരുന്നത്? 22.4 എന്ന് പറയുന്നത് ലിറ്ററിലാണ്. നമുക്ക് വോളിയത്തിന് മീറ്റർ ക്യൂബിലാണ് വേണ്ടത്. ഒരു ലിറ്റർ എന്ന് വെച്ചാൽ 10 raised to -3 മീറ്റർ ക്യൂബ് ആയതുകൊണ്ടാണ് ഞാനിവിടെ 10 raised to -3 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് ആലോചിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 331.5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് വരിക കേട്ടോ. 331.5 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് നമ്മളുടെ ആൻസർ വരിക. വളരെ സിമ്പിളാണ്. എല്ലാ സാധനങ്ങളും തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ദിസ് ഇസ് ലാപ്ലേസ് കറക്ഷൻ ആണ്. അപ്പോൾ ലാപ്ലേസ് കറക്ഷൻ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കുക. കാൽക്കുലേറ്റ് ദി RMS വെലോസിറ്റി ഓഫ് ഓക്സിജൻ അറ്റ് ടെമ്പറേച്ചർ ഓഫ് 100 degree Celsius. മോളാർ മാസ് തന്നിട്ടുണ്ട് അല്ലേ. RMS വെലോസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? VRMSൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിഫറെൻ്റ് ഉണ്ട്. പക്ഷെ ഇവിടെ 6 തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് 3RT/m യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ വരിക? 3 into 6 എന്ന് വെച്ചാൽ 8.31 ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 100 degree Celsius ആണ്. 100 degree Celsius അങ്ങനെ കൊണ്ടിടാൻ പറ്റുമോ മക്കളെ? ഇല്ല. 100 degree Celsiusനെ നമ്മൾ എന്ത് ചെയ്യണം? കെൽവിനിലേക്ക് മാറ്റുമ്പോൾ 373 എന്ന് വരും. ഡിവൈഡഡ് ബൈ മാസ് ആണ്, മോളിക്കുലാർ മാസ് ആണ് ഇവിടെ വേണ്ടത്. ദാറ്റ് ഈസ് 32 gram. പക്ഷേ ഗ്രാം അല്ല, നമ്മൾ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 10 raised to -3 ആഡ് ചെയ്യണം. സോ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഏകദേശം എത്രയാണെന്നറിയോ? 539.06 ആണ് കേട്ടോ. 539.06. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സമയമില്ല. അപ്പോൾ അതുകൊണ്ടാണ് മിസ് ഡയറക്റ്റ് ആയിട്ട് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കൂ. എസ്റ്റിമേറ്റ് ദ ആവറേജ് തെർമൽ എനർജി ഓഫ് ഹീലിയം ആറ്റം അറ്റ് ടെമ്പറേച്ചർ 27 degree Celsius. അപ്പോൾ ഇവിടെ ആവറേജ് തെർമൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത് ഹീലിയത്തിൻ്റെ. നമുക്കറിയാം ഹീലിയം എന്ന് പറയുന്നത് എന്താ മക്കളെ? ഒരു മോണോ ആറ്റോമിക് അല്ലേ. മോണോ ആറ്റോമിക്കിൻ്റെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 3 ആണെന്ന് നിങ്ങൾക്കറിയാം.
അല്ലേ? അപ്പോൾ നമുക്കറിയാം എത്രയാണ് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ നമ്മൾ പഠിച്ചതാ. ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻറ്റു ഹാഫ് kBT ആണ്. അപ്പോൾ ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ 3 ആണ്. സോ 3/2 kBT ആണ് നമ്മളുടെ ഇക്വേഷൻ. അപ്പോൾ 3/2 ഇൻറ്റു kBൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1.38 ഇൻറ്റു 10⁻⁻23 എന്ന് തന്നിട്ടുണ്ട്. ഇൻറ്റു എന്താണ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 27 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം, 273 ആഡ് ചെയ്ത് 300 കെൽവിൻ എന്ന് കിട്ടും. ദാറ്റ് ഈസ് 300 എന്ന് വന്നു അല്ലേ? അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 6.21 ഇൻറ്റു 10⁻⁻21 ജൂൾസ് ആണ് കേട്ടോ. 6.21 ഇൻറ്റു 10⁻⁻21 ജൂൾസ് എന്ന് വന്നു. ബാക്കിയെല്ലാം നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷനും ഏതാണ് ഇക്വേഷൻ എന്നുള്ളതും മാത്രം നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കാം. അടുത്തത് നോക്കാം. ആൻ ഇലക്ട്രിക്കൽ ഹീറ്റർ സപ്ലൈസ് ഹീറ്റ് ടു ദ സിസ്റ്റം അറ്റ് എ റേറ്റ് ഓഫ് 100 joules per second. ഇഫ് ദ സിസ്റ്റം പെർഫോംസ് വർക്ക് അറ്റ് 75 joules per second, കാൽക്കുലേറ്റ് ദ ഇന്റേണൽ എനർജി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് ΔQ തന്നിട്ടുണ്ട് 100 എന്ന്. അതേപോലെ ചെയ്യുന്ന വർക്ക് തന്നിട്ടുണ്ട് 75 joules per second എന്നും തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ΔU ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പം നമുക്കറിയാലോ ΔQ ഈസ് ഈക്വൽ ടു ΔU പ്ലസ് ΔW ആണ്. അപ്പോൾ ΔU ഈസ് ഈക്വൽ ടു ΔQ മൈനസ് ΔW എന്ന് വന്നു. ദാറ്റ് ഈസ് 100 മൈനസ് 75 25 joules per second എന്ന് വന്നു. എത്രയാണ് മക്കളെ? 25 joules per second എന്നാണ് നമ്മളുടെ ആൻസർ വന്നിട്ടുള്ളത് കേട്ടോ. അടുത്ത നോക്കിക്കേ. എ കാർനോട്ട് എഞ്ചിൻ ഓപ്പറേറ്റ്സ് ബിറ്റ്വീൻ ടെമ്പറേച്ചർ 398 ആൻഡ് 293 കെൽവിൻ. എഫിഷ്യൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എഫിഷ്യൻസിൻ്റെ ഇക്വേഷൻ അറിയാം. 1 - T2/T1 ആണ്. അപ്പോൾ 1 - T2 എന്ന് പറയുമ്പോൾ ചെറുത് അല്ലേ? ഇവിടെ T1 ഏതാണ് T2 ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. T2 എന്ന് വെച്ചാൽ സിങ്കിൻ്റെ ടെമ്പറേച്ചർ ആണ്. സോ ചെറുതായിരിക്കും. അപ്പോൾ 293 കെൽവിൻ. ഇനിയോ സോഴ്സ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ T1 ആണ്, 398 കെൽവിൻ ആണ് അല്ലേ? അത് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ 1 - എന്ത് വന്നു? 293 - 398 അല്ലേ? അപ്പോൾ ഇതിനെ ക്രോസ് ചെയ്താൽ 398 - 293/398 എന്ന് വരും. ഇതിൻ്റെ ഉത്തരം ഏകദേശം 0.26 എന്നാണ് വരിക എഫിഷ്യൻസി ആയതുകൊണ്ട്. ഇനി പെർസെൻറ്റേജിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ എഫിഷ്യൻസിനെ നമ്മൾ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ പെർസെൻറ്റേജിൽ 26% എന്ന് നമുക്ക് കിട്ടും. അടുത്ത് നോക്കൂ. കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി ഓഫ് എൻജിൻ ദാറ്റ് ഈസ് വർക്കിംഗ് ബിറ്റ്വീൻ സ്റ്റീം പോയിന്റ് ആൻഡ് ഐസ് പോയിന്റ്. എന്താ മക്കളെ സ്റ്റീം പോയിന്റ്? ദാറ്റ് ഈസ് 100 ഡിഗ്രി സെൽഷ്യസ്. ഐസ് പോയിന്റ് എന്ന് വെച്ചാൽ 0 ഡിഗ്രി സെൽഷ്യസ് ആണ് അല്ലേ? അപ്പോൾ 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ കെൽവിനിലേക്ക് വരുമ്പോൾ എത്ര വരും? പ്ലസ് 273 ചെയ്യാം. അപ്പോൾ 273 കെൽവിൻ 373 കെൽവിൻ. ഇതാണെങ്കിലോ 0 എന്ന് പറയുമ്പോൾ 273 ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 273 കെൽവിൻ. ഇനി എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ 1 - T2/T1 ആണ് ചെയ്യേണ്ടത്. അപ്പോൾ 1 - എത്രയാ? 273 ഡിവൈഡഡ് ബൈ 373. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 373 മൈനസ് 273 ഡിവൈഡഡ് ബൈ 373 എത്രയാ? 100 ഡിവൈഡഡ് ബൈ 373. ഏകദേശം 0.26 തന്നെയാണ് വരിക കേട്ടോ. 269 അല്ലെങ്കിൽ 268 ആണ് വരിക. അപ്പോൾ പെർസെൻറ്റേജിലേക്ക് മാറ്റുമ്പോൾ 26.8% എന്ന് വരും അല്ലേ? അടുത്തതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു PV ഗ്രാഫ് തരും. ഈ PV ഗ്രാഫിൽ നിന്നും ഇതിൻ്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. അപ്പോൾ PV ഗ്രാഫ് തരുമ്പോൾ ഈ ഗ്രാഫിൻ്റെ ഉള്ളിലുള്ള ഏരിയ ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? വർക്ക് ഡൺ എന്ന് പറയുന്നത്. സോ ഇവിടെ വർക്ക് ഡൺ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ അഥവാ ഹാഫ് BH ആണ് ചെയ്യേണ്ടത് അല്ലേ? ഹാഫ് BH ചെയ്യണം. അപ്പം B എന്ന് പറഞ്ഞാൽ ഇതാണ്, H എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ B എന്ന് പറയുമ്പോൾ നോക്കൂ, ഹാഫ് ഇൻറ്റു B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ദാറ്റ് ഈസ് ഇവിടെ 5 ആണ്, ഇവിടെ 2 ആണ്. അപ്പോൾ 5 - 2 എത്ര? 3 ഇൻറ്റു H എന്ന് പറയുമ്പോൾ ഇവിടെയാണ് അല്ലേ? ഇവിടെ 600 ആണ്, ഇവിടെ 300 ആണ്. 600 - 300 ദാറ്റ് ഈസ് 300. അപ്പോൾ എന്ത് വരും? 3 × 300 900/2 എന്ന് വരും. ദാറ്റ് ഈസ് 450 ജൂൾ എന്ന് വരും. എത്രയാണ് മക്കളെ? 450 ജൂൾസ് എന്നാണ് നമ്മളുടെ ആൻസർ വരിക. ഓക്കെ ആണോ? അപ്പോൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് നമ്മൾ ചെയ്തത്. ഇനിയും ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലെ ന്യൂമറിക്കൽസ് ഉണ്ട്. സോ അത് നമുക്ക് പാർട്ട് 3 ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ ന്യൂമറിക്കൽസ് അടിപൊളിയായിട്ട് പഠിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻസിൽ പലതും നിങ്ങൾ ചിലപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അറിയൂ. കാരണം എക്സാമിന് ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതിൽ നിന്നും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് മിസ്സ് പറയുന്നത് ഈ എല്ലാ ചോദ്യങ്ങളും ചെയ്യാൻ വേണ്ടി എൻ്റെ കുട്ടികൾ പഠിച്ചിരിക്കണം എന്നാണ് മിസ്സിന് പറയാനുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക, ലൈവ് അറ്റൻഡ് ചെയ്യുക. ഇതിൽ നിന്നുള്ള മോർ ക്വസ്റ്റ്യൻസ് നമ്മൾ എവിടെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ലൈവിൽ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൂടെ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ മക്കളെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാർട്ടുമായിട്ട് കാണാം. താങ്ക് യു.